ായിരിക്കുന്ന തങ്കമശിഷ്ടായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. അതുപോലെ തന്നെ പൊന്നമശിഷ്ടെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. തന്നെ തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും കർത്താവ് മാനിക്കട്ടെ. ഇന്ന് രാത്രി കാലം കൊണ്ടേ കടന്നു വന്ന തങ്കമാമയ്ക്കായി കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ആമീൻ. പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളെ മേലൊക്കെയും ദൈവം മറുപടി നൽകേണ്ടതിന് ഇന്ന് രാത്രി കാലം നമുക്ക് ആ കുടുംബത്തെ വഹിച്ച് പ്രാർത്ഥിക്കാം. ആമീൻ. നമ്മളോടൊപ്പമായിരിക്കുന്ന കുഞ്ഞുങ്ങളായി ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ നാളുകളിൽ ആമീൻ 2025 പൂർത്തീകരിക്കുന്നതിന് മുൻപ് തന്നെ ഒരു ദൈവപ്രവൃത്തിയെ കുടുംബത്തിൽ വെളിപ്പെട്ട് കാണേണ്ടതിന്, ആ തലമുറകളിൽ വെളിപ്പെട്ട് കാണേണ്ടതിന് ഇന്ന് രാത്രി കാലം ആ കുടുംബത്തെ വഹിച്ച് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രത്യേകിച്ച് ദാനിയേൽ ചാനെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന് വേണ്ടി പ്രയോജനമുള്ളവരായി മാറേണ്ടതിന് ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചു. ആമീൻ. ഹല്ലേലൂയ. ഇങ്ങനെ പോകുവാനല്ല, കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ, കർത്താവ് ആമീൻ ഇഷ്ടപ്പെടുന്നത് പോലെ ആയി തീരുവാൻ ദൈവത്തിന്റെ കരം തന്നെ തുടരേണ്ടത് നമുക്ക് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുക. അത് തന്റെ ജീവിതത്തിലും തന്റെ കുടുംബത്തിലും തന്റെ കുഞ്ഞുങ്ങൾക്കും ഒക്കെ വലിയ അനുഗ്രഹമായി മാറേണ്ടതിന് ഇന്ന് രാത്രി കാലം ഓർത്ത് പ്രാർത്ഥിക്കാം. ആ പ്രിയപ്പെട്ടവൾ ആമീൻ ഭാരപ്പെടുന്ന വിഷയങ്ങൾ, ഞെരുങ്ങുന്ന വിഷയങ്ങൾ, നീളുന്ന വിഷയങ്ങൾ മേലൊക്കെയും ഇന്ന് രാത്രി കാലം ദൈവത്തിന്റെ അസാധാരണമായ കരം ചലിക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ആ കുടുംബത്തിനായി പ്രാർത്ഥിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളുടെ ഒപ്പമായിരിക്കുന്ന ഷീലയെ ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. ഇന്ന് രാത്രി കാലവും ഈ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ആമീൻ കടന്നു വന്ന പ്രിയ ദൈവമക്കൾക്ക് വേണ്ടി ഇടുവെന്ന് പ്രാർത്ഥിക്കുവാൻ സ്വർഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാലം ഇതിനകത്തളങ്ങളിൽ കൊണ്ടുവന്നതിനായി നമുക്ക് സ്തോത്രം ചെയ്യാം. തന്നെയും തന്റെ കുടുംബത്തെയും തന്റെ കുഞ്ഞുങ്ങളെയും ധാരാളമായി സ്വർഗം മാനിക്കട്ടെ. തന്റെ മുൻപിൽ ആമീൻ താൻ നേരിടുന്നതായിരിക്കുന്ന വിഷയങ്ങളുമൊക്കെയും ദൈവത്തിന്റെ കരം തനിക്ക് വേണ്ടി അനുകൂലമായി പ്രവർത്തിക്കേണ്ടതിന് ഇന്ന് രാത്രി കാലം ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. അടികളെ കുടുംബമായി ഓർത്ത് സ്തോത്രം ചെയ്താട്ടെ. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്താട്ടെ. ആമീൻ. ഹല്ലേലൂയ. ഈ കൂട്ടായ്മ നമ്മൾ പലയിടങ്ങളിൽ ഇപ്പോൾ നടന്നു വരുന്നുണ്ട്. ആമീൻ. ഈ കൂട്ടായ്മ ചില പട്ടണങ്ങളിലേക്ക് കർത്താവ് കൊണ്ടുപോകേണ്ടതിന് അനേകർക്ക് പകൽ സമയത്ത് വന്ന് ഇങ്ങനെയുള്ള പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ആമീൻ. ഹല്ലേലൂയ. അങ്ങനെയുള്ളൊരു സൗകര്യം കർത്താവ് ഒരുക്കി തരേണ്ടതിന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. അതിനോട് ചേർന്ന് നിൽക്കാൻ നമുക്ക് ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ ആവശ്യമാണ്. അങ്ങനെയുള്ള ദൈവത്തിന്റെ അഭിഷിക്തന്മാരെ നമുക്ക് തരേണ്ടതിന് നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം. ആമീൻ. ഒരു വലിയ ആമീൻ ഒരു വിശാലതയായ ശുശ്രൂഷയാക്കി ഇത് സ്വർഗം മാറ്റേണ്ടതിന്, അനേക ദൈവദാസന്മാർക്ക് അത് അനുഗ്രഹവും പ്രയോജനമായി മാറേണ്ടതിന് നമുക്ക് ഒരുമിച്ച് ആ വിഷയത്തെ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രി കാലം ഈ വിഷയങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആമീൻ ഒരിക്കൽ കൂടെ പ്രിൻസ് മോൻ ആ വിഷയത്തെ വഹിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അനുഗ്രഹീതമാകുന്ന ഈ നല്ല സമയത്തിനായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അമ്മ സ്തോത്രം പറയപ്പെട്ട വിഷയങ്ങളെ ദൈവകരങ്ങളിലെ സമർപ്പിച്ചു തരുന്ന കർത്താവേ, അമ്മ സ്തോത്ര കർത്താവേ, ഇവിടെ ആയിരിക്കുന്ന ഓരോ കുടുംബങ്ങളെയും പേര് പറഞ്ഞ് സ്തോത്രം ചെയ്യുവാനിടയായിട്ടുണ്ടല്ലോ. ആ കുടുംബങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമ്മ സ്തോത്ര ആ കുടുംബങ്ങളുടെ അവസ്ഥകളെ സ്വർഗത്തിലെ ദൈവം അറിയുന്നു. കർത്താവെ, ആർക്കും അവൻ മനസ്സിലാക്കുവാൻ, പുറമെ നിന്ന് കണ്ട് മനസ്സിലാക്കുവാൻ കഴിയാത്ത അഭിഷ്ടോത്രം പല വിഷയങ്ങളും അവൻ ജീവിതത്തിന്റെ ഉള്ളറയിലുണ്ടല്ലോ കർത്താവെ. അഭിഷ്ടോത്രം അതെല്ലാം കാണുന്ന ഒരു നല്ല കർത്താവ് ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കർത്താവെ, ഞങ്ങളുടെ ബലഹീന വശങ്ങളിൽ കർത്താവെ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കുമാറാകണമേ കർത്താവെ. അഭിഷ്ടോത്രം ഞങ്ങളുടെ ബലഹീന മേഖലകളിൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ആശ്വാസം പകരുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അമ്മ ദൈവത്തിന്റെ കൃപ ധാരാളമായി പകരുമാറാകണമേ കർത്താവ്. പ്രത്യേകിച്ച് അഭിഷ്ടോത്രവശാനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ. അഭിഷ്ടോത്രം ഈ പ്രദേശത്ത് കർത്താവെ, അഭിഷ്ടോത്രം ഇങ്ങനെ ഒരു കൂട്ടായ്മ അഭിഷ്ടോത്രം പ്രവർത്തിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയല്ലോ. അവ മറ്റു 2 സ്ഥലങ്ങളിലൂടെ പ്രവർത്തിക്കുന്ന കർത്താവെ തന്റെ ആഗ്രഹത്തെ, തന്റെ ദർശനത്തെ കർത്താവെ പറയുവാൻ ഇടയായി തീർന്നു. പല സ്ഥലങ്ങളിലും കടന്നു വന്ന് കർത്താവെ അമ്മ ആൾക്കാർക്ക് പകർക്ക് നേരം കടന്നു വന്ന് അമ്മ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ചില പട്ടണങ്ങളിലേക്ക് അമ്മ വ്യാപരിക്കത്തക്ക വിധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് അഭിഷ്ടോത്ര കർത്താവെ അമ്മ അതിനെ അഭിഷ്ടോത്ര വിശാലമാക്കുമാറാകണമെന്ന് ഞങ്ങൾ അവിടുത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അഭിഷ്ടോത്ര ഹല്ലേലൂയ. വിവചനത്തിൽ പറയുന്നത് പോലെ കർത്താവെ, അഭിഷ്ടോത്രം ഞാൻ വിശാലതയുടെ അഭിഷ്ടോത്രം വഴി ഓടുമെന്ന് പറഞ്ഞതുപോലെ ചില ഓട്ടങ്ങളിലേക്ക് സ്വർഗത്തിലെ ദൈവം വഴി തിരിച്ചു വിടുന്ന അഭിഷ്ടോത്ര ഹല്ലേലൂയ നാളുകളായി സ്വർഗത്തിലെ ദൈവം മാറ്റുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. ദൈവാത്മാവ് സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവെ.
അമിഷ്ടോത്രം മന്ത്രിക്കുന്നു കടന്നു വന്ന കർത്താവിനെ അമിഷ്ടോത്ര സഹോദരനെ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. കുടുംബമായ ഒരു ആത്മീയ സന്തോഷം അമിഷ്ടോത്രം അമ്മ ഉണ്ടാകുവാൻ ദൈവാത്മാവ് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, അമിഷ്ടോത്ര ഈ നാളുകളെ ദൈവത്തിന് വേണ്ടി അധികം ദാഹമുള്ളവനായി അവരെ അധികം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കുടുംബങ്ങളെ ഞങ്ങൾ ഓർത്തുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. അവിശ്വാസത്തിന് ദൈവത്തോട് സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആവശ്യങ്ങളത്തിൽ കരകൂടെ ഇരുന്ന് സഹായിച്ചാണ് ദേശത്തിന് അസാധാരണമാകുന്ന ദൈവപ്രവൃത്തി അയച്ച് ദേശത്തെ പിടിച്ചടക്കുവാൻ ഹല്ലേലൂയ യോശുവയെ പോലെ ആവശ്യങ്ങളെ എഴുന്നേൽപ്പിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമകൻ ചെയ്യുന്നതിനായി സ്തോത്രം. ദൈവത്തിന്റെ പ്രവൃത്തി അവ ദേശത്തിന് മേൽ വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. അവ പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രി കാലം നല്ല അനുഗ്രഹമായിരിക്കുന്ന പാട്ട് പ്രാർത്ഥന ആമീനൊക്കെ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് നൽകി തന്നു. നമ്മൾ സന്തോഷത്തോടെ കർത്താവിനെ ആരാധിക്കുവാനിടയായി തീർന്നു. അന്യഭാഷകൾ ആമീൻ ഹല്ലേലൂയ പറഞ്ഞ് ശക്തിയോടെ കർത്താവിനെ ആരാധിക്കുവാനിടയായി തീർന്നല്ലോ. ആമീൻ. ഇന്ന് രാത്രി കാലം ആമീൻ വളരെ സന്തോഷമുള്ളവർ ആമീൻ ഹല്ലേലൂയ കർത്താവിനെ മഹത്വം കൊടുത്താണ്. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. ആമീൻ. എത്രയോ പേർക്ക് ഈ ദേശത്ത് ഇങ്ങനെയുള്ള ഒരു അനുഭവം ലഭിക്കാതെ ആമീൻ ഹല്ലേലൂയ ആയിരിക്കുമ്പോൾ സ്വർഗ്ഗത്തിലെ ദൈവം നമുക്ക് ഇങ്ങനെ ഒരു ഭാഗ്യം തന്നത് ഒരു വലിയ ഭാഗ്യമായി കരുതിക്കോണം. ഹല്ലേലൂയ ദൈവമേ സ്തോത്രം. നാളെ നമുക്ക് ആമീൻ ഇങ്ങനെ ഒരു ഭാഗ്യം ലഭിക്കും, അല്ലെങ്കിൽ നാളെ നമുക്ക് ഇങ്ങനെ ഒരു സന്തോഷം ആമീൻ അനുഭവിക്കാമെന്ന് നമ്മൾ ചിന്തിക്കരുത്. ആമീൻ നാളത്തെ ദിവസം നമ്മുടേതല്ല. ആമീൻ ഹല്ലേലൂയ ദൈവം നിശ്ചയിക്കുന്നെങ്കിൽ മാത്രമേ നാളെ എന്ന് നമുക്ക് പറയാൻ കഴിയത്തുള്ളൂ. ആമീൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ആമീൻ കർത്താവിനെ എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ, കർത്താവിന്റെ നാമത്തെ എങ്ങനെ പ്രയോജനപ്പെടുത്തുവാൻ കഴിയും, ആമീൻ അങ്ങനെ നമ്മൾ പ്രയോജനപ്പെടുത്തിക്കോണം. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. നമുക്ക് ആമീൻ കാലങ്ങൾ നമ്മുടെ മുൻപിൽ അധികമില്ല. ആമീൻ ഹല്ലേലൂയ ഏത് നിമിഷവും ആമീൻ ഹല്ലേലൂയ അവൻ നമ്മളെ വിളിക്കുവാനിടയായി തീരും. നമ്മൾ കടന്നു പോകേണ്ടവരാണ്. അപ്പോൾ വളരെ ഒരുക്കത്തോടെ നമ്മൾ ആയിരിക്കേണ്ടതുണ്ട്. എപ്പോഴും നമ്മൾ സന്തോഷത്തോടെ ദൈവത്തെ ആരാധിച്ചും സ്തുതിച്ചും മഹത്വപ്പെടുത്തിക്കൊണ്ട് മുൻപോട്ട് പോകുവാനിടയായി തീരണം. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം നമ്മൾ ഹല്ലേലൂയ ശാന്തമായ അല്പസമയം ദൈവത്തിന്റെ വചനം ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച് ആമീൻ ഹല്ലേലൂയ മീറ്റിംഗ് അവസാനിപ്പിക്കുവാൻ ആമീൻ ഹല്ലേലൂയ പോവുകയാണ്. ആമീൻ. അല്പസമയം നമ്മൾ ദൈവത്തിന്റെ വചനം ചിന്തിക്കാൻ പോവുകയാണ്. ഹല്ലേലൂയ ഹല്ലേലൂയ. ഇന്ന് വരെ നമ്മൾ ആമീൻ ഇങ്ങനെ സഭായോഗങ്ങളിലും മറ്റുള്ളതായിരിക്കുന്ന മീറ്റിങ്ങുകളിലും കേട്ടിട്ടില്ലാത്തതായ ഒരു തിരുവചനം നമ്മൾ ആമീൻ ഇന്ന് രാത്രികാലം വായിക്കുകയാണ്. ആമീൻ ഹല്ലേലൂയ. അതിന്റെ ചില ആമീൻ പൊരുളുകളെ തിരിച്ച് ഇന്ന് രാത്രികാലം നമ്മൾ ആമീൻ ചിന്തിച്ച് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം അതിന് ആധാരമായി നമുക്ക് വായിക്കാം. 1 തെസ്സലോനിക്കർ എഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം വായിച്ചു. വായിച്ചാൽ 16 ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഈ വചനങ്ങളെ കൊണ്ട് ഹല്ലേലൂയ. ഈ വാക്യം നമ്മൾ വായിച്ച് കേട്ടിരിക്കുന്നതൊക്കെ ആമീൻ എവിടെ വെച്ചായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഹല്ലേലൂയ ഹല്ലേലൂയ. വേർപാടിന്റെ ആമീൻ ഭവനത്തിൽ അങ്ങനെയുള്ള അന്തരീക്ഷത്തിലാണ് ഈ വചനം നമ്മൾ വായിച്ച് കേട്ടിട്ടുള്ളത്. ആമീൻ. നമ്മുടെ ആരാധനകളിലൊക്കെ ഇത് അങ്ങനെ വായിച്ച് കേൾക്കാറില്ല. പക്ഷേ ഈ വചനം ആമീൻ ഹല്ലേലൂയ എപ്പോഴും നമ്മൾ വായിച്ച് ആമീൻ ഹല്ലേലൂയ അത് ഗ്രഹിക്കുകയും അതിന്റെ ആഴങ്ങളിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുകയും അതനുസരിച്ച് നമ്മൾ ജീവിക്കുകയും ചെയ്യേണ്ടതായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു വചനമാണ് ആമീൻ നമുക്ക് ഇവിടെ നൽകപ്പെട്ടിരിക്കുന്നത്. ഹല്ലേലൂയ നന്ദിയോട്. അവിടെ വായിക്കുന്നത് ഇങ്ങനെയാണ്: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാരണത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. കണ്ടോ? അപ്പോൾ അവിടെ വായിച്ചു നിർത്തുന്നത് ഇങ്ങനെയാണ്: ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ എന്ത് ചെയ്യും?
ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അടുത്ത വാക്യമാണ് നമ്മളോടുള്ള വാക്യം. ഹല്ലേലൂയ. അതൊന്ന് വായിക്കാമോ? നിങ്ങൾ തന്നെ വായിച്ചു. പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഹല്ലേലൂയ. നാം എപ്പോഴും ഹല്ലേലൂയ. അപ്പോൾ കർത്താവ് നമ്മളെ ഇവിടെ ആക്കിയിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഹല്ലേലൂയ, ഈ വാക്യത്തിൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ, കർത്താവിനോട് കൂടെ പോകുവാൻ നമ്മളെ ആക്കി വെച്ചിരിക്കുകയാണ് ഇവിടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. മരിച്ചവർ ഹല്ലേലൂയ അവൻ കർത്താവിന്റെ അവൻ ഇഷ്ടമനുസരിച്ച് ജീവിച്ച് മരിച്ചവർ അവർ അവൻ കർത്താവിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അവർ രൂപാന്തരപ്പെടുകയും അവർ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അവൻ അതിനുശേഷം ജീവനോടിരിക്കുന്ന നമ്മൾ അവനോട് കൂടെ ആ ഒരു പ്രത്യാശയാണ് നമുക്ക് വേണ്ടത്. ഇന്ന് കർത്താവ് വന്നാൽ എനിക്ക് എന്ത് ചെയ്യണം വെച്ചാ കർത്താവിന്റെ കൂടെ പോകണം. കർത്താവ് എന്നെ കൂടെ കൊണ്ടുപോകണം. അപ്പൊ ആ ഒരു കണ്ടീഷനിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യണം, ആയിരിക്കേണ്ടത് ഈ ഭൂമി. അതാ പൗലോസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ജീവനോടിരിക്കുന്നവർ എടുക്കപ്പെടുമെന്ന് പൗലോസ് പറയുമ്പോൾ അങ്ങനെ ആരെങ്കിലും എടുക്കപ്പെട്ടിട്ടുണ്ടോ? അത് നമ്മൾ ചിന്തിക്കണ്ടേ? ജീവനോടുള്ളവർ എടുക്കപ്പെടുമെന്ന് പൗലോസ് പറയുമ്പോൾ ജീവനോടിരുന്നവർ ആരെങ്കിലും എടുക്കപ്പെട്ടിട്ടുണ്ടോ? ഹല്ലേലൂയ. അതൊരു ചോദ്യമല്ലേ അച്ഛാ? ഹല്ലേലൂയ. അങ്ങനെ ഒരു വ്യക്തി എടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ പുള്ളിയുടെ അടുത്ത് ചോദിച്ചാൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയില്ല. എങ്ങനെയാണ് താങ്കൾ എടുക്കപ്പെട്ടത്, എങ്ങനെ ജീവിച്ചു, ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാൻ ഒരാളുണ്ടെങ്കിൽ പെട്ടെന്ന് എളുപ്പമല്ലയോ? ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം വേദപുസ്തകം നമ്മളെ ഒരാളെ ചൂണ്ടിക്കാണിക്കുന്നു. ഹല്ലേലൂയ. ജീവനോടെടുക്കപ്പെട്ട ഒരു മനുഷ്യനെ വേദപുസ്തകം വ്യക്തമായി നമുക്ക് ചൂണ്ടിക്കാണിക്കുകയാണ്. ഇന്ന് രാത്രികാലം ആ മനുഷ്യനെ നമുക്ക് പരിചയപ്പെട്ടു കഴിയുമ്പോൾ എങ്ങനെയാണ് കർത്താവിനോട് കൂടെ എടുക്കപ്പെട്ടതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയ. നമുക്ക് വായിക്കാം എബ്രായർക്ക് എഴുതിയ ലേഖനം അതിന്റെ 11-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിച്ചു. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ സാക്ഷ്യം പ്രാപിച്ചു. ആമേൻ. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു. ഒന്നുകൂടെ ഒന്ന് വായിച്ചോ. വിശ്വാസത്താൽ ഹാനോക്ക്. കണ്ടോ? ഇവിടെ വായിക്കുകയാണ്, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. കണ്ടോ? ഇപ്പം നിങ്ങൾക്ക് ബോധ്യമായോ? ഇപ്പം വിശ്വാസമായോ? ഇപ്പൊ ഉറപ്പായോ? യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ജീവനോടിരിക്കുന്നവൻ എടുക്കപ്പെടുമെന്ന് ഹല്ലേലൂയ നമ്മൾ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നമ്മൾ വായിച്ചപ്പോൾ അതാരായിരിക്കും, അതെങ്ങനെയായിരിക്കും അവൻ എടുക്കപ്പെടുന്നെന്നുള്ളതായ വ്യക്തമായുള്ളതായിരിക്കുന്ന കാര്യങ്ങളെ പൗലോസ് എബ്രായർക്ക് ലേഖനം എഴുതുമ്പോൾ അവിടെ വെളിപ്പെടുത്തി കാണിക്കുകയാണ്. പഴയ നിയമത്തിലെ ഒരു ഭക്തനെ അവിടെ ഭക്തൻ ചൂണ്ടിക്കാണിച്ച് നമ്മളെ പരിചയപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ. കേട്ടോണേ.
നമ്മൾ ചുമ്മാതെ കുറച്ച് ആമേൻ അല്ലെങ്കിൽ കാര്യങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല. വചനത്തിന്റെ ആഴങ്ങൾ ഇറങ്ങി അതിന്റെ പൊരുളുകൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ആമേൻ മടങ്ങിപ്പോകാൻ. ആമേൻ അത് മനസ്സിലാക്കണം. ആമേൻ ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ആമേൻ ആമേൻ. അപ്പോൾ എടുക്കപ്പെട്ടവന്റെ ക്വാളിറ്റിയെ കുറിച്ച് പറയുകയാണ്. കണ്ടോ, എടുക്കപ്പെടുന്നവന്റെ ക്വാളിറ്റിയെ കുറിച്ച് ഇവിടെ ആമേൻ അല്ലെങ്കിൽ പഴയ നിയമത്തിലെ ഒരു ഭക്തനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പൗലോസ് രേഖപ്പെടുത്തി കാണിക്കുകയാണ്. വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. വിശ്വാസത്താൽ ഒരിക്കൽ കൂടി പറയുന്നു, വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ഹല്ലേലൂയ, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അടുത്ത വാക്യം, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അടുത്തത്, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. അവിടെയാണ് നമ്മുടെ ആമേൻ ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, ഈ പ്രസംഗത്തിന്റെ ആമേൻ ഹല്ലേലൂയ ഒരു ആമേൻ പൊതുവായ കാര്യം അവിടെയാണ് കിടക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അവിടെയാണ് കിടക്കുന്നത്. എന്താണ് നമ്മൾ പോകാൻ മേലോട്ട് പോകണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നമ്മൾ പ്രാപിക്കേണ്ട കാര്യത്തെ കുറിച്ചാണ് അവിടെ വ്യക്തമായി പറയുന്നത്. ഹല്ലേലൂയ. അവൻ വിശ്വാസത്താൽ ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തെ എന്ത് ചെയ്തു? പ്രസാദിപ്പിച്ചു. ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. ചുമ്മാ ഒരാള് ആമേൻ അല്ലെങ്കിൽ ഞാൻ ബന്ധക്കോസ്റ്റുകാരനാണെന്ന് പറഞ്ഞാൽ പോകത്തില്ല. ആമേൻ. ഇവിടെ പോയവന്റെ ആമേൻ ഹല്ലേലൂയ, പോയവനെ കുറിച്ച് പോയവനോടാണ് സംസാരിക്കുന്നത്. പോയവനോട് ചോദിക്കുകയാ. അപ്പോൾ ചോദിക്കുമ്പോൾ പോയവൻ എങ്ങനെയാണ് പോയതെന്ന് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തുന്നു. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു. ഹല്ലേലൂയ. ഇത് രാത്രികാലം ആമേൻ ഹല്ലേലൂയ, ഒരു വിശ്വാസി ആയ ദൈവ പൈതലേ, ആമേൻ, നമ്മൾ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. ആമേൻ. എന്തിനാ പ്രസാദിപ്പിക്കുന്നേ? ഹല്ലേലൂയ. ഈ ഭൂമിയിലുള്ളത് കുറച്ച് വെട്ടിപ്പിടിക്കാനല്ല, ഈ ഭൂമിയിലുള്ളത് ആമേൻ കുറച്ച് നേടിയെടുക്കാനല്ല. ആമേൻ ഉയരത്തിൽ ആമേൻ യേശുവിനോട് കൂടെ ആമേൻ ഹല്ലേലൂയ യുഗം വാഴുവാൻ, അവൻ പണിത കൂടാരത്തിനകത്തളങ്ങളിൽ അവനോട് ചേർന്ന് വാഴാൻ അവൻ എടുക്കപ്പെടേണ്ടതിന് അവൻ മധ്യാകാശത്തിൽ വന്ന് അവൻ വിളിക്കുമ്പോൾ അവൻ തന്റെ ശബ്ദം കേട്ടുകൊണ്ട് അവനോട് കൂടെ എടുക്കപ്പെട്ടവനോട് കൂടെ വാസം ചെയ്യാൻ അവൻ നാം ഭൂമിയിൽ എങ്ങനെയായിരിക്കണമെന്നാണ് ഇവിടെ അവൻ ഹല്ലേലൂയ പൗലോസ് രേഖപ്പെടുത്തി കാണിക്കുന്നത്. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവരായിരിക്കണം. കണ്ടോ? അടുത്ത, അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടും മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. അവൻ എടുക്കപ്പെടുന്നതിന് മുൻപേ, കണ്ടോ, എടുക്കപ്പെടുന്നതിന് മുൻപേ ഹല്ലേലൂയ. നമ്മൾ ആമേൻ കേട്ടിരിക്കുന്നത്, നമ്മൾ എവിടെ ചെന്നാലും കേൾക്കുന്നത് ബന്ധനം അഴിയുന്നതും അനുഗ്രഹവും, ബന്ധനവും അനുഗ്രഹവും, ഇത് രണ്ടും നമ്മൾ കേൾക്കാറുണ്ട്. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ. വേദപുസ്തകം പറയുന്നു, നമ്മളെ വിളിച്ചത് എന്തിനാണ്? ആമേൻ ഹല്ലേലൂയ. അവൻ കാൽവരിയിൽ തകരപ്പെട്ട് അവസാന തുള്ളി രക്തവും ഊറ്റിത്തന്ന് ആമേൻ നമ്മളെ വീണ്ടെടുത്തത് എന്തിനെന്ന് ചോദിച്ചാൽ, അവൻ ഈ ഭൂമിയിൽ കുറച്ച് കാലം കുറച്ച് അവൻ നന്മകൾ കെട്ടിപ്പിടിച്ച് ഇവിടം കൊണ്ട് അവസാനിക്കാനല്ല, അവനോട് കൂടെ വാഴാനാണ് നമ്മളെ വിളിച്ചത്. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. അമ്പലങ്ങളും വിട്ട്, പള്ളികളും വിട്ട്, ആമേൻ, സമുദായങ്ങൾ, മറ്റുള്ളതായ സമുദായ കെട്ടുകളൊക്കെ വിട്ട്, ആമേൻ ഹല്ലേലൂയ, വലിയ വലിയ പള്ളി മേടകളൊക്കെ വിട്ട് ജനം ആമേൻ എന്തിനാണ് ആമേൻ ഈ ആമേൻ ഹല്ലേലൂയ കർത്താവിനെ ആരാധിക്കാൻ ഇനി താഴോട്ട് ഇറങ്ങി വന്നത് എന്തിനാ? ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കാനാണെങ്കിൽ അവിടെ ഇരുന്നാൽ പോരെ. ആമേൻ, പോരേച്ചാ. ഹല്ലേലൂയ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആമേൻ യേശുവിനെ അറിയണമെന്നില്ല. ഉണ്ടോ? നമ്മുടെ ഇന്ത്യയിൽ ഏറ്റവും ആമേൻ കോടീശ്വരനായിരിക്കുന്ന ആമേൻ ആണെന്ന് ചോദിച്ച അംബാനിയാണ്. അങ്ങനെ യേശുവിനെ അറിഞ്ഞ ആളാണ്.
ആമേൻ. അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ ആമേൻ എന്ത് വേണ്ട? യേശുവിനെ അറിയണം. ഇന്ന് അനുഗ്രഹം പ്രാപിക്കാനാ പറയുന്നത്. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹം വരട്ടെ, യേശുവിന്റെ നാമത്തിൽ വാദം വരട്ടെ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. നമ്മൾ വചനം പഠിക്കണം. വചനം പഠിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലായത് നമ്മളെ വിളിച്ചത് ഈ അനുഗ്രഹത്തിനല്ല, ഇതിനും അപ്പുറമായിരിക്കുന്ന ഒരു അനുഗ്രഹം നമുക്ക് കർത്താവ് വച്ചിരിക്കുകയാ. ഓ ഹല്ലേലൂയ. ഇവിടെ ഹല്ലേലൂയ. ആമേൻ. ഇന്ത്യയിലെ വലിയ അംബാനിയും വലിയ കോടീശ്വരന്മാരും ഇവിടം കൊണ്ട് മരിച്ച് അസ്തമിച്ചു കഴിയുമ്പോൾ, അവൻ ഇവിടം കൊണ്ട് അവരുടെ എല്ലാ പ്രവൃത്തികളും തീർന്നു കഴിയുമ്പോൾ, അവൻ ഒരു ദൈവവൈതല് അവൻ ഹല്ലേലൂയ അവനെ സന്തോഷിക്കാൻ വകയുണ്ട്. അവൻ അവൻ ഹല്ലേലൂയ യുഗങ്ങൾ എന്റെ കർത്താവിനോട് കൂടെ വാഴാൻ എനിക്കൊരു കാലമുണ്ട്. ആമേൻ. അപ്പോൾ ഹല്ലേലൂയ ഇവിടെ നമ്മൾ വായിച്ചത് അവൻ പ്രസാദിപ്പിച്ചു. അടുത്തത് പറയുന്നത് ഹല്ലേലൂയ അവൻ ഭൂമിയിൽ വെച്ച് എന്ത് ചെയ്തു? സാക്ഷ്യമുള്ളവനായിരുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. അവൻ ഭൂമിയിൽ ആയിരിക്കുമ്പോൾ എന്ത് വേണം? സാക്ഷ്യമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശെ പോലെ ആമേൻ. ഹല്ലേലൂയ. ആദ്യ കാലഘട്ടങ്ങളിൽ നല്ല സാക്ഷ്യം പറഞ്ഞു. ആമേൻ. മോശയുടെ പുസ്തകം ആമേൻ അല്ലെങ്കിൽ പുറപ്പാട് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവൻ മോശ ജനിക്കുമ്പോൾ അമ്മയപ്പന്മാര് പറഞ്ഞു അവൻ നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞ്, നല്ല അഭിപ്രായം പറഞ്ഞു. അവൻ ഞാങ്ങണപ്പെട്ടി ഉണ്ടാക്കി ആമേൻ ഹല്ലേലൂയ നൈൽ നദിയിലേക്ക് ഒഴുക്കി വിട്ട് ആമേൻ ഹല്ലേലൂയ അത് പോയി ഒരു ആമേൻ ഞാങ്ങണയുടെ ഇടയിൽ തങ്ങി നിൽക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഫറവോന്റെ മകളായിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ രാജ്ഞി ആമേൻ കുമാരി ആമേൻ ഹല്ലേലൂയ കുളി കഴിഞ്ഞിട്ട് ആമേൻ ഹല്ലേലൂയ സൂര്യദേവനെ നമസ്കരിക്കാൻ അവർക്ക് തലമുറകളില്ലാത്തതുകൊണ്ട് സൂര്യദേവനെ നമസ്കരിക്കാൻ അവൻ നദീതീരത്ത് വരുമ്പോൾ അവൻ ഞാങ്ങണയുടെ ഇടയിൽ ഇരിക്കുന്ന ഒരു കുഞ്ഞിനെ ഹല്ലേലൂയ അവൻ ഹല്ലേലൂയ കൂടെ വന്ന തോഴിമാർ കാണിച്ചു കൊടുക്കുമ്പോൾ ആമേൻ ഹല്ലേലൂയ സ്ത്രീ പറയുന്ന ഒരു കാര്യമുണ്ട്. ആമേൻ ഹല്ലേലൂയ ഇവൻ നല്ലൊരു കുഞ്ഞ്, ഇവൻ ആരാണ്? എബ്രായനാണ്. അവളും നല്ല സാക്ഷ്യം പറഞ്ഞു. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പക്ഷേ 40 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ഹല്ലേലൂയ ഫറവോന്റെ കൊട്ടാരത്തിലെ 40 വർഷത്തെ ജീവിതം കഴിഞ്ഞ് ആമേൻ അവിടെ നിന്ന് ഇനി എനിക്ക് ജീവിതം വേണ്ട, ഇനിയും എനിക്ക് ജീവിതം വേണ്ട, എനിക്ക് ദൈവമായിട്ടുള്ള ബന്ധത്തിൽ മുൻപോട്ട് പോയാൽ മതി എന്ന് പറഞ്ഞ് അവിടുന്ന് ഓടി രക്ഷപ്പെട്ട് ഹല്ലേലൂയ ആമേൻ. അവൻ മരുഭൂമിയിൽ വന്നപ്പോൾ അവിടെ ഒരു കിണർ കാണുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വായിക്കുമ്പോൾ. ആ കിണറ്റിന്റെ അരികിൽ ഇരിക്കുമ്പോൾ ആമേൻ തന്റെ അമ്മായിയപ്പന്റെ ആമേൻ കുഞ്ഞുങ്ങള് തന്റെ ആമേൻ ഭാര്യമാർ കല്യാണം കഴിക്കുന്ന മുൻപ് ആമേൻ തന്റെ ഭാര്യമാരായിരിക്കുന്ന തന്റെ ആ സഹോദരികൾ ആമേൻ ആടിനെ ആമേൻ മേയിച്ചു കൊണ്ട് തിരിച്ചു വരുമ്പോൾ ആമേൻ ഹല്ലേലൂയ ഇവിടെ ആമേൻ ഈ ആടുകൾക്ക് വെള്ളം കൊടുക്കാനായി ഈ കിണറ്റിന്റെ അടുത്ത് വരുമ്പോൾ ആമേൻ മോശയോട് ഇരിപ്പുണ്ട്. ആമേൻ അവൻ ആടുകൾക്ക് വെള്ളം കൊടുക്കാൻ അവൻ ഹല്ലേലൂയ മറ്റുള്ള ഇടയന്മാർ അവൻ സമ്മതിക്കാതിരുന്നപ്പോൾ മോശ അവൻ ഇറങ്ങി അവൻ സ്ത്രീകൾക്ക് അല്ലെങ്കിൽ ആ സഹോദരിമാരുടെ ആടുകൾക്ക് അവൻ വെള്ളം കൊടുക്കുവാനുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുത്തു. ഹല്ലേലൂയ. അവൻ ഒരുക്കി കൊടുത്തു. അവർ ഭവനത്തിലേക്ക് മടങ്ങിപ്പോയി. അവൻ മടങ്ങിച്ചെന്നപ്പോൾ അപ്പൻ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ഇത്രയും നേരത്തെ ആടിനെയും കൊണ്ട് വരാൻ കാരണം എന്താ? അന്നേരം സഹോദരിമാർ അല്ലെങ്കിൽ ആ സ്ത്രീകള് തന്റെ അപ്പനോട് ആമീൻ മോശയെ പരിചയപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട്. ഹല്ലേലൂയ. ആമീൻ ആദ്യ കാലഘട്ടങ്ങളിൽ മോശയോട് നല്ല ആമീൻ കുഞ്ഞാണ്, അഴകുള്ള കുഞ്ഞാണ്. ആമേൻ ഹല്ലേലൂയ. ഫറവോന്റെ പുത്രി പറഞ്ഞു ഇത് എബ്രായനാണ്. ഹല്ലേലൂയ. മാറ്റമൊന്നുമില്ല. ആമേൻ അവൻ ദൈവത്തിന്റെ ജനമാണ് എന്ന് പറഞ്ഞെടുത്ത് ഹല്ലേലൂയ ഇവിടെ ഇതാ ഈ സ്ത്രീകൾ പറയുന്നു ഹല്ലേലൂയ അവനൊരു മിസ്രൈമനാണ്. കണ്ടോ പോയ പോക്ക്. ഹല്ലേലൂയ. 40 വർഷം ആമേൻ ഹല്ലേലൂയ കൊട്ടാരത്തിൽ പാർത്തിട്ട് പുറത്തേക്ക് വന്നപ്പോൾ ഹല്ലേലൂയ അവൻ ജനം പറയുകയാണ് യവൻ ആരാ? യവൻ മിസ്രൈമനാ. ഹല്ലേലൂയ. രീതി മാറി, ആമേൻ അവസ്ഥകൾ മാറി, സ്വഭാവം മാറി.
ആമേൻ. പേഴ്സ് കെട്ടുകൾ മാറി യേശുവിന്റെ നാമത്തിൽ. അല്ലെങ്കിൽ ഇന്ന് രാത്രികാലം ഞാനൊരു കാര്യം പറയാം. ആമേൻ. നീ ആരോടാണോ കൂടുതൽ അറ്റാച്ച്മെന്റ് ചെയ്യുന്നത്, ഹല്ലേലൂയ, അവൻ ആരാണെന്ന് പറഞ്ഞാൽ നീ ആരാണെന്ന് ഞങ്ങൾക്ക് പറയാൻ കഴിയും. നമ്മൾ ഏറ്റവും കൂടുതൽ ആരോടാണോ സഹകരിക്കുന്നത്, അവന്റെ പേര് പറഞ്ഞാൽ നമ്മൾ ആരാന്ന് നന്നായിട്ട് വെളിപ്പെടും. യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. അപ്പോൾ കൊട്ടാരത്തിൽ വസിച്ച മോശ പുറത്തു വന്നപ്പോൾ കൊട്ടാരത്തിലെ ശൈലിയായി, ആമേൻ, അവിടുത്തെ രീതികളായി, ആമേൻ, ഹല്ലേലൂയ, ആ രീതികൾ കണ്ടുകൊണ്ടാണ്, ആമേൻ, ഹല്ലേലൂയ, ഇത്രോന്റെ മക്കൾ പറയുന്നത്, ഹല്ലേലൂയ, അവനൊരു ആമേൻ മിശ്രമനായിരുന്നു. കണ്ടോ? ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം. ഇവിടെ ഹല്ലേലൂയ ദൈവത്തിന്റെ വചനം പറയുന്നു, ആമേൻ, പ്രസാദിക്കുക മാത്രമല്ല, ദൈവത്തെ പ്രസാദിപ്പിക്കുക മാത്രമല്ല, ഒരു സാക്ഷ്യം കൂടെ യേശുവിന്റെ നാമത്തിൽ. നീ ആരാണെന്നുള്ള സാക്ഷ്യം കണ്ടോ? ഹല്ലേലൂയ. നമ്മൾ മറ്റുള്ളതായിരിക്കുന്ന ഇടങ്ങളിൽ നിന്ന് അവൻ ഇറങ്ങി തിരിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, അവൻ മറ്റുള്ളവരുടെ മുൻപിൽ ഒരു സാക്ഷ്യമായി മാറാനാണ്. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ. അതിനല്ലേ നമ്മൾ ഇറങ്ങി തിരിച്ചേ? ഹല്ലേലൂയ. ഇല്ലെങ്കിൽ നിന്നടുത്ത് നിന്നാ പോരായിരുന്നു. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമായി നമ്മൾ മാറണം മറ്റുള്ളവർക്ക് മുൻപിൽ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ, ഹല്ലേലൂയ, ആമേൻ, പൗലോസ്, ആമേൻ, ഹല്ലേലൂയ, പറയുകയാണ്, ആ ഹാനോക്കിനെ കുറിച്ച് പറയുകയാണ്, അവൻ ഭൂമിയിലായിരുന്നപ്പോൾ അവൻ ദൈവത്തിന്റെ സാക്ഷ്യം പ്രാപിച്ചവനായിരുന്നു. കണ്ടോ? ആമേൻ. അടുത്തത് സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ട് എന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആമേൻ. ഹല്ലേലൂയ. മതി. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ. ദൈവത്തെ നമ്മൾ എന്ത് ചെയ്യണം? വിശ്വസിക്കണം. പൂർണ്ണമായി വിശ്വസിച്ചാലേ കാര്യം നടക്കും. ചുമ്മാതൊന്നും ഇവിടെ കിടന്ന് ആമേൻ നമ്മൾ എന്തെല്ലാം വേറെ കാണിച്ചെന്ന് പറഞ്ഞാലും അങ്ങോട്ട് പോക്ക് നടക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. അവന്റെ കൂടെ നടക്കും. വിശ്വാസത്താൽ ഹാനോക്ക്, ആമേൻ, 300 വർഷം ആരുടെ കൂടെ നടന്നു? ആരുടെ കൂടെ നടന്നേ? ഹല്ലേലൂയ. 300 വർഷം, ആമേൻ, ഹല്ലേലൂയ, ഹാനോക്ക് ദൈവത്തിന്റെ കൂടെയാ നടന്നത്. കണ്ടോ? ഹല്ലേലൂയ. കൂടെ നടക്കണം. ദൈവത്തിന്റെ കൂടെ നടന്നാലേ കാര്യം നടക്കൂ. ചുമ്മാതൊന്നും പോക്ക് നടക്കത്തില്ല. ഹല്ലേലൂയ. ഒന്ന്, അവൻ ദൈവത്തിന്റെ കൂടെ നമ്മൾ നടക്കണം. അവൻ മേലോട്ട് പോകണമെങ്കിൽ. രണ്ട്, ഹല്ലേലൂയ, അവൻ കർത്താവ് നമ്മുടെ ഉള്ളിൽ വസിക്കണം. ഹല്ലേലൂയ. മൂന്ന്, അവൻ മരണത്തിൽ നിന്ന് അവൻ ഹല്ലേലൂയ ഉയർപ്പിച്ചതായ പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ അകത്തളങ്ങളിലായിരിക്കണം. കണ്ടോ? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. നമ്മൾ ചുമ്മാതെ മേലോട്ടൊന്നും പോക്ക് നടക്കത്തില്ലേ? ഹല്ലേലൂയ. ഹല്ലേലൂയ. വചനം പറയുന്നു, അന്ന് ആരൊക്കെ എടുക്കപ്പെട്ടത് അവൻ ഹല്ലേലൂയ ദൈവത്തോട് കൂടെ നടന്നു. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ആമേൻ ഹല്ലേലൂയ പ്രിയ ആമേൻ ദൈവവചനത്തിന്റെ ആമേൻ ഹല്ലേലൂയ ജീവിതം എന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കാം. ഒന്ന് ആമേൻ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി. ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യന്റെ ആമേൻ പശ്ചാത്തലം എന്തായിരിക്കും? ഹല്ലേലൂയ. അവന്റെ ഭവനത്തിൽ നമ്മൾ ചെന്നാൽ എന്തുവായിരിക്കും? ഹല്ലേലൂയ. അവിടെ ഉറച്ചുള്ള സംസാരം വല്ലതും കാണുമോ? ഉണ്ടോ? ഹല്ലേലൂയ. എന്തെങ്കിലും ഒരു വൈഷമ്യം വല്ലവരും ഉണ്ടോ? കാരണം അവൻ യേശുവിന്റെ കൂടെ നടക്കൂല്ലയോ? ദൈവത്തിന്റെ കൂടെ നടക്കൂല്ലയോ? ഈ കൂടെ നടക്കുന്നവന്റെ ഭവനത്തിനകത്ത് നമ്മൾ ചെന്ന എന്തൊരു സന്തോഷമായിരിക്കും.
അവിടെ മൽപ്പിടുത്തങ്ങളും അവിടെ ആമേൻ വാക്കുതർക്കങ്ങളും ആമേൻ അല്ലെങ്കിൽ അവിടെ ഒച്ചപ്പാടുകളും ഒന്നും കാണത്തില്ല. ആമേൻ കാരണം ആമേൻ ആരുടെ കൂടെ നടക്കുന്നേ? യേശുവിന്റെ നാമത്തിൽ. നമ്മുടെയൊക്കെ ഭവനത്തിനകത്തിറങ്ങി ഒച്ചപ്പാടുണ്ടാകുന്ന കാര്യം എന്താ? നമ്മുടെ ഭവനത്തിനകത്തിറങ്ങി ആമേൻ ഹല്ലേലൂയ ആമേൻ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരാൻ കാര്യം എന്താ? വലിയ ഒച്ചത്തിൽ നമ്മൾ സംസാരിക്കാൻ കാരണം എന്താ? ഹല്ലേലൂയ. സകല മാതൃകയും കാണിച്ചു തന്നവന്റെ കൂടെ നടക്കാത്തത് കൊണ്ടാ നമ്മുടെ ജീവിതത്തിൽ പോരായ്മകൾ വരുന്നത്. ഹല്ലേലൂയ. നമ്മൾ കുറച്ചു നാൾ നടക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം നടക്കും, നമ്മൾ നടന്നിട്ട് നമുക്ക് ക്ഷീണം വരും, നമ്മൾ മാറും. ഹല്ലേലൂയ. ഇവിടെ ഹാനോക്ക് അങ്ങനെയല്ലായിരുന്നു. 300 വർഷം ആമേൻ ഹല്ലേലൂയ ദൈവത്തിന്റെ കൂടെ നടക്കുകയാ. ഹല്ലേലൂയ. അവന്റെ പിതാക്കന്മാർ ആമേൻ ഹല്ലേലൂയ ഏകദേശം 900 വർഷം ആമേൻ ഹല്ലേലൂയ ഭൂമിയിൽ ജീവിച്ചെങ്കിൽ അവൻ ഇവിടെ ഇതാ ഹാനോക്ക് അവൻ 300 വർഷം അവൻ ദൈവത്തോട് കൂടെ നടന്നിട്ട് ഈ ഭൂമിയിൽ ചെയ്തു തീർക്കാനുള്ളത് സകലതും അവൻ ചെയ്തു തീർത്ത് അവൻ ഹല്ലേലൂയ സന്താനങ്ങളെയും വർദ്ധിപ്പിച്ചിട്ട് അവൻ ഭൂമിയിൽ നിന്ന് ദൈവത്തോട് ചേർന്ന് എടുക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രികാലം ഞാൻ വിളിച്ചു പറയാൻ കാരണം എന്തെന്ന് ചോദിച്ചാൽ അകത്തുള്ളവർ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. ഒന്ന്, അകത്തുള്ളവർ ദൈവത്തോടുള്ള വലിയ പ്രത്യാശ ഉണ്ടായിരുന്നു. ദൈവത്തോട് കൂടെ നടക്കുവാനിടയായി തീർന്നു. അവനെ പ്രസാദിപ്പിക്കുവാനിടയായി തീർന്നു. കണ്ടോ? ഹല്ലേലൂയ. യേശുവിന്റെ രക്തത്താൽ ദൈവം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. നമുക്ക് ആവശ്യം ആമേൻ ഹല്ലേലൂയ എടുക്കപ്പെടുന്നത്. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത് ആമേൻ ഹല്ലേലൂയ ഈ ആമേൻ 3-ാം സ്വർഗ്ഗത്തോളം ആമേൻ പൗലോസ് വെളിപ്പാടിൽ കയറിപ്പോയോണ്ടാണ് ആമേൻ പൗലോസ് പറഞ്ഞത് ഈ ഭൂമിയിലുള്ളതല്ല ഞാൻ ചപ്പെന്നും ചവറെന്നും എന്ത് ചെയ്യുന്നു. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. പൗലോസിനോട് ആമേൻ ഒരു പ്രവാചകൻ വന്ന് ഹല്ലേലൂയ പൗലോസേ നാളെ നിന്നെ ആമേൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരു വലിയ വാതിൽ തുറന്നു വരാൻ പോകുന്നു, അനുഗ്രഹത്തിന്റെ വാതിൽ തുറന്നു വരാൻ പോകുന്നു എന്ന് പറഞ്ഞ പൗലോസ് ചലിക്കത്തില്ല. ചലിക്കോ? ഹല്ലേലൂയ. ഹല്ലേലൂയ. നിനക്ക് വേണ്ടി ആമേൻ ദൈവം ആമേൻ ഒരു വലിയ നന്മ ഒരുക്കി വെച്ചിട്ടുണ്ട്. ആമേൻ ഹല്ലേലൂയ. ഇത് ഈ വർഷം നീ അനുഭവിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ ആമേൻ പൗലോസ് ചലിക്കത്തില്ല. കാരണം പൗലോസ് അതിന്റെ മേലാണ് കയറി നിൽക്കുന്നത്. ഹല്ലേലൂയ. സകലതും ചപ്പെന്നും ചവറെന്നും എണ്ണിക്കൊണ്ട് പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതു വിധേനയെങ്കിലും എനിക്ക് കർത്താവിനോട് ചേർന്നാൽ മതി. ഹല്ലേലൂയ. കണ്ടോ? നമ്മളിവിടെ ആമേൻ ഹല്ലേലൂയ ഇതല്ല വിഷയം. നമുക്ക് ഇതല്ല വിഷയം. ആമേൻ ഹല്ലേലൂയ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ നമുക്ക് ഇതൊന്നും അല്ല വിഷയം. നമുക്ക് വിഷയം ആമേൻ ഹല്ലേലൂയ ചില വാതിലുകൾ തുറന്നു വരണം. നമുക്ക് വിഷയം ആമേൻ ഹല്ലേലൂയ ആമേൻ ചിലർ പറഞ്ഞിട്ടില്ലേ ആമേൻ ഹല്ലേലൂയ ഞാൻ കാണുന്നു ആമേൻ 2 നില കെട്ടിടം ആമേൻ ഹല്ലേലൂയ നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നു. പിന്നെ നമ്മൾ അതിന്റെ പറയല. മനസ്സിലാകുന്നുണ്ടോ? ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ. ഇവിടുത്തെ ഈ കൂടാരത്തെക്കാൾ ആമേൻ ഉയരത്തിൽ വാണിക്ക് വേണ്ടി സ്വർഗ്ഗം കെട്ടിടങ്ങൾ പണിതുയർത്തുന്നുണ്ടെന്നുള്ള അകത്തളങ്ങളിൽ വിശ്വാസം നമുക്ക് വേണം. ആമേൻ. ഇതൊന്നും പറഞ്ഞ് പൗലോസിനെ ആമേൻ ഹല്ലേലൂയ എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അവന്റെ വിശ്വാസത്തെ തീക്ഷ്ണതയെ ആമേൻ ഇല്ലാതാക്കാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. ഈ ആമേൻ ആമേൻ അവൻ പൗലോസ് പറയുന്ന ഈ നന്മയെ കുറിച്ച് പൗലോസ് പറഞ്ഞേ അവൻ സകലതും അവൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു. ഈ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു എന്ന് പറഞ്ഞാൽ എന്തുവാ അതിന്റെ അർത്ഥം? എന്തുവാ അതിന്റെ അർത്ഥം? അവൻ മോനെ അതിന്റെ ഇംഗ്ലീഷിന്റെ അർത്ഥം എന്താണെന്ന് അറിയാം? ചപ്പെന്നും ചവറെന്നും രണ്ടർത്ഥം. ഒന്ന് വേസ്റ്റ് എന്ന് പറയും. ഹല്ലേലൂയ. നന്മയെ കുറിച്ച് പൗലോസ് പറയുന്നു ഇതെല്ലാം ഞാൻ ചപ്പെന്നും ചവറെന്നും എണ്ണുന്നു, സകലതും ഞാൻ ആമേൻ ഹല്ലേലൂയ ആമേൻ ഇങ്ങനെ ആമേൻ ഹല്ലേലൂയ വേസ്റ്റായി എണ്ണിക്കളയുന്നു എന്ന് പറയണമെങ്കിൽ ആമേൻ ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് അതിന് ആമേൻ പറയുന്നത് ഇങ്ങനെയാണ്. ആമേൻ ഹല്ലേലൂയ വേസ്റ്റായി പറയുന്നതിനെ ചാണകം എന്നാ പറയുന്നത്. കണ്ടോ? വേസ്റ്റായി കളയുന്നത് ചാണകം എന്നാ ഇംഗ്ലീഷിൽ അതിന്റെ ആമേൻ ഹല്ലേലൂയ അതിന്റെ അർത്ഥം. ആമേൻ. ഈ ചാണകത്തെ നമ്മൾ വലിച്ചു കൂട്ടുന്നത്. ഹല്ലേലൂയ. മനസ്സിലാകുന്നു? പൗലോസ് പറയുന്നു ഇതൊന്നും എനിക്ക് വേണ്ട.
എനിക്ക് വേണ്ടത് നിത്യതയാണ്. എനിക്ക് അവിടെ എത്തിച്ചേരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ നമ്മൾ പറയുന്നു ഇതെല്ലാം എന്ത് ചെയ്യട്ടെ, ഇങ്ങോട്ട് പോരട്ടെ, എനിക്ക് നിത്യതയൊന്നും വേണ്ട, എനിക്ക് ഇത് മതി. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം തിരിയണം നമ്മള്. ഹല്ലേലൂയ. നമ്മുടെ വിശ്വാസത്തിന്റെ ആഴം ഒന്ന് തിരിയണം. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് വരെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രാക്കിൽ നിന്നൊന്ന് തിരിയണം. യേശുവിന്റെ നാമത്തിൽ ജയമെടുക്കുകയാ. ഹല്ലേലൂയ. അപ്പോ ഹല്ലേലൂയ, നമുക്ക് ആമേൻ ആ വാക്യം ഒന്നുകൂടെ വായിച്ചോ മനസ്സിലാവട്ടെ. വിശ്വാസത്താ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു. ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. അവൻ ദൈവത്തെ പ്രസാദിപ്പിച്ചു എന്ന് അവൻ എടുക്കപ്പെടും മുമ്പേ സാക്ഷ്യം പ്രാപിച്ചു. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. കണ്ടോ, വിശ്വാസം ഒന്നാമത് നമുക്ക് വേണം. നല്ല ഉറച്ച വിശ്വാസം വേണം. 2, കർത്താവിനോട് കൂടെ നടക്കണം. 3, അവനെ പ്രസാദിപ്പിക്കുവാനിടയായിത്തീരണം. എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കർത്താവിനെ പ്രസാദിപ്പിക്കുവാനിടയായിത്തീരണം. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അപ്പൊ ഭൂമിയിൽ സാക്ഷ്യം പ്രാപിക്കണം. അതൊരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഒന്നാമത്തെ കാര്യമാണ്. നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയിൽ നമ്മൾ സാക്ഷ്യം പ്രാപിച്ചവരായിരിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മളെ കാണുന്നവർ പറയണം ആമീൻ ഹല്ലേലൂയ. എലീശയെ കണ്ടുകൊണ്ട് ശൂന്യകാരിക്ക് പറഞ്ഞതുപോലെ പറയണം ആമീൻ ഹല്ലേലൂയ. ഈ വഴി ആമീൻ പലപ്പോഴായി വരുന്ന ഈ മനുഷ്യൻ ഒരു ദൈവ പുരുഷനെന്ന് ഞാൻ എന്ത് ചെയ്യുന്നു? അറിയുന്നു. കണ്ടോ, ആരും ആ ഭാമൻ ഹല്ലേലൂയ സ്ത്രീയോട് പറഞ്ഞതല്ല. ആമീൻ അവളുടെ അന്തരംഗത്തിൽ, അവളുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കൊടുത്ത ഒരു ചിന്തയാണ്. ആമീൻ വഴി വരുന്ന മനുഷ്യൻ ഒരു ദൈവ പുരുഷനാണ്. ഹല്ലേലൂയ. കണ്ടോ, ഹല്ലേലൂയ. ആ സാക്ഷ്യം നമ്മൾ ദേശത്ത് പ്രാപിച്ചെടുക്കണം. ഹല്ലേലൂയ. ആ സാക്ഷ്യം പ്രാപിച്ചെടുക്കണമെങ്കിൽ യേശുവിന്റെ കൂടെ നടന്നേ പറ്റും. ആ സാക്ഷ്യം പ്രാപിക്കണമെങ്കിൽ ദൈവത്തെ പ്രസാദിപ്പിച്ചുകൊണ്ട് മുമ്പോട്ട്, മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ നിന്ന് ആ സാക്ഷ്യം കിട്ടാൻ അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ നമ്മൾ തുനിയുമ്പോൾ അവൻ ലോകം നമുക്ക് ആ സാക്ഷ്യം തരും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. അവൻ ഒറ്റ വാക്യം കൂടെ ഞാൻ പാലിൽ കാണിച്ചു തന്നിട്ട് സാക്ഷ്യം ആമേൻ ഹല്ലേലൂയ. ആമേൻ ഭൂമിയിൽ സാക്ഷ്യം പ്രാപിച്ച ഒരു മനുഷ്യനെ കൂടെ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചു തന്നിട്ട് ഞാൻ ഹല്ലേലൂയ എന്റെ വാക്കുകൾ വിരാമം കുറിക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആ മനുഷ്യനേക്കാൾ ഒരു മനുഷ്യൻ ഭൂമിയിൽ ഇല്ലായിരുന്നു. സാക്ഷ്യം ആമേൻ ഹല്ലേലൂയ. ഹല്ലേലൂയ പ്രാപിച്ച ആ മനുഷ്യനെ പോലെ ഒരു മനുഷ്യന് ഉലകത്തിലേ ഇല്ലായിരുന്നു. ഇന്ന് രാത്രികാലം ആ ഒരു വ്യക്തിത്വത്തെ കൂടെ ആമേൻ ഒന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മത്തായി എഴുതിയ സുവിശേഷം 3-ാം അധ്യായം അതിന്റെ 17-ാം വാക്യം പെട്ടെന്ന് വായിച്ചു. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദമുണ്ടായി. മതി. ഹല്ലേലൂയ. കണ്ടോ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം. ഹല്ലേലൂയ. ആമേൻ. പിതാവായ ദൈവം ആമേൻ പുത്രനായിരിക്കുന്ന ക്രിസ്തുവിനെ നോക്കിക്കൊണ്ട് ആമേൻ സകല ജനവും കേൾക്കെ സാക്ഷ്യം പറയുക. കണ്ടോ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ഹല്ലേലൂയ. ഒന്നും കൂടെ ആമേൻ ഹല്ലേലൂയ. നമുക്ക് ഒരു സാക്ഷ്യം കൂടെ കേൾക്കാം. ആമേൻ. മത്തായി 17 ആമേൻ ഹല്ലേലൂയ 5-ാം വാക്യം വായിച്ചു. 17:5. അടുത്ത സാക്ഷ്യം. അവൻ പറയുമ്പോൾ തന്നെ പ്രകാശമുള്ള ഒരു മേഘം അവരുടെ മേൽ നിഴലിട്ടു. മേഘത്തിൽ നിന്ന് ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവങ്കൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, പ്രസാദിച്ചിരിക്കുന്നു. കണ്ടോ, 2 സാക്ഷ്യം. ഒരു സാക്ഷ്യം ആമേൻ യോർദാനിൽ നിന്ന്
യേശു സ്നാനം കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ അവൻ സ്വർഗം തുറന്നു. ഒരു സാക്ഷ്യം. അടുത്തത് 17:5 നമ്മൾ കാണുന്നു, മറുമലയിൽ ഹല്ലേലൂയ പത്രോസും യോഹന്നാനും യാക്കോബും യേശുവും കൂടെ ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനായി കടന്നു പോകുമ്പോൾ അവൻ പ്രാർത്ഥനയുടെ മധ്യയിൽ അവൻ ഹല്ലേലൂയ അവർ കേൾക്കെ ദൈവം അവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ഞാൻ പറയാം ഈ രണ്ട് സാക്ഷ്യത്തിന്റെ പ്രത്യേകത. അതുകൂടെ പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈ രണ്ട് സാക്ഷ്യത്തിന്റെ പ്രത്യേകത, യേശുവിന്റെ രണ്ട് സാക്ഷ്യത്തിന്റെ പ്രത്യേകത. ഹല്ലേലൂയ, ഹല്ലേലൂയ. കണ്ടോ, എടുക്കപ്പെടുന്നതിന്റെ ഭൂമിയിൽ സാക്ഷ്യം ദൈവത്തിന്റെ സാക്ഷ്യമായി മാറണം എന്നുള്ളതായിരിക്കുന്ന സാക്ഷ്യത്തിന്റെ രണ്ട് പ്രത്യേകത, യേശുവിന്റെ രണ്ട് പ്രത്യേകതയെ കുറിച്ച് നമുക്ക് അല്പനേരം കൂടെ ചിന്തിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. നമുക്കറിയാം, ആമേൻ, ഹല്ലേലൂയ, യേശു ജനിച്ചു. അവൻ 8ാമത്തെ വയസ്സിൽ അവൻ പള്ളിയിൽ കൊണ്ടുപോയി. അവൻ ഹല്ലേലൂയ. അതിനുശേഷം അവൻ ഹല്ലേലൂയ അവൻ പള്ളിയിൽ പോയതിനു ശേഷം പിന്നെ നമ്മൾ എന്ത് ചെയ്തില്ല, യേശുവിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ അതിനായിട്ട് ഉള്ള കാര്യങ്ങളെ കുറിച്ചൊന്നും നമ്മൾ കാണുന്നില്ല. ആമേൻ, ഹല്ലേലൂയ. ഈ ആമേൻ, ഹല്ലേലൂയ 8ാമത്തെ വയസ്സിൽ പരിച്ഛേദനയ്ക്കായി അവിടെ കൊണ്ടുപോയി. അവൻ പരിച്ഛേദനയൊക്കെ കഴിച്ചു, വഴിപാടുകളൊക്കെ കഴിച്ചു. അതിനുശേഷം അപ്പനോട് ചേർന്ന് വന്നു. ആമേൻ, ഹല്ലേലൂയ. അവൻ 12ാമത്തെ വയസ്സ് വരെ കാണുന്നു. അല്ലെങ്കിൽ 12ാമത്തെ വയസ്സ് വരെ യേശുവിനെ കാണുന്നുണ്ട്. പിന്നെ ഈ 12 വയസ്സ് മുതൽ 18 വർഷം വരെയുള്ള കാര്യങ്ങളെ കുറിച്ച് നാം വേദപുസ്തകത്തിൽ കാണുന്നില്ല. ഹല്ലേലൂയ. അത് നമ്മൾക്കറിയാം, അത് രഹസ്യമായ ജീവിതമായിരുന്നു യേശുവിന്റെ. 30 വർഷക്കാലം ഹല്ലേലൂയ യേശുവിന്റെ രഹസ്യമായ ജീവിതമായിരുന്നു. നമുക്ക് അപ്പന്റെയും അമ്മയുടെയും സഹോദരങ്ങളുടെയും കൂടെ ചേർന്ന് ഹല്ലേലൂയ യേശു ജീവിച്ച 30 വർഷക്കാലത്തെ രഹസ്യ ജീവിതം അത് വേദപുസ്തകത്തെ വെളിപ്പെടുത്തി കാണിക്കുന്നില്ല. ഹല്ലേലൂയ. ഈ 30 വർഷം യേശു തന്റെ രഹസ്യ ജീവിതത്തിൽ ഹല്ലേലൂയ 30ാമത്തെ വയസ്സിൽ ഹല്ലേലൂയ യോർദാനിൽ സ്നാനമേൽക്കാൻ വരുമ്പോൾ ഈ 30 വർഷം രഹസ്യ ജീവിതം ജീവിച്ച യേശുവിനെ കുറിച്ച് പിതാവായ ദൈവം ഹല്ലേലൂയ സ്നാനക്കടവിൽ വെച്ച് ഈ യേശുവിനെ നോക്കിക്കൊണ്ട് തമ്പുരാൻ സാക്ഷ്യം പറയുന്ന സാക്ഷ്യമാണ് നമ്മൾ ഹല്ലേലൂയ 17 അതിൽ 3-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമ്മൾ വായിച്ചു കേട്ടത്. കണ്ടോ, ഹല്ലേലൂയ. അവിടെ വായിക്കുന്ന ഇവൻ എന്റെ പ്രിയപുത്രൻ. കണ്ടോ, ഹല്ലേലൂയ. യേശുവിന്റെ 30 വർഷത്തെ രഹസ്യ ജീവിതത്തിന്റെ സാക്ഷ്യം ദൈവം വിളിച്ചു പറയുക. ഇന്ന് രാത്രികാലം ഹല്ലേലൂയ. കണ്ടോ, രഹസ്യ ജീവിതത്തിലെ സാക്ഷ്യം ദൈവം വിളിച്ചു പറയുന്നു. ഇന്ന് രാത്രികാലം നമ്മുടെയൊക്കെ ജീവിതത്തിൽ എത്ര സാക്ഷ്യം രഹസ്യ ജീവിതത്തിലെ സാക്ഷ്യം വിളിച്ചു പറഞ്ഞാൽ നമ്മളെ കുറിച്ച് വിളിച്ചു പറയും കർത്താവിനോ, അല്ലെങ്കിൽ ഹല്ലേലൂയ ദൈവത്തിന്റെ മറ്റുള്ളവർക്ക് ദൈവമക്കൾക്ക് വിളിച്ചു പറയാൻ കഴിയും. നമ്മുടെ രഹസ്യ ജീവിതത്തെ സാക്ഷി, നമ്മുടെ രഹസ്യ ജീവിതവും ദൈവത്തിന്റെ പക്കൽ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടും നീതിയോടും നിർമ്മലതയോടും ആയിരുന്നു എന്ന് നമ്മളെ കുറിച്ച് സാക്ഷ്യം പറയാൻ കഴിയുമോ എന്ന് ഞാൻ ചോദിച്ചത്. ഹല്ലേലൂയ. ഇവിടെ നാം കാണുന്നു 30 വർഷം യേശുവിന്റെ രഹസ്യ ജീവിതത്തിന്റെ സാക്ഷ്യവിധ സകല ജനവും കാണുക തമ്പുരാൻ വിളിച്ചു പറയുന്നു, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവൻ എന്റെ പ്രിയപുത്രൻ. ഹല്ലേലൂയ. കാരണം ഒരു കളങ്കവുമില്ലാത്ത നിഷ്കളങ്കനായിരിക്കുന്നവനാണ് എന്റെ പുത്രൻ. ഹല്ലേലൂയ. ഒരു മ്ലേച്ഛതയും ഒരു പാപവും ഇവനിൽ യേശുവിട്ടില്ല. ഇവൻ നിർമ്മലനായിരിക്കുന്നവനാണ്. ഹല്ലേലൂയ. ഞാൻ ഇവനെ കുറിച്ച് സാക്ഷ്യം പറയുന്നു. ഹല്ലേലൂയ. ഇവൻ എന്റെ പ്രിയപുത്രനാണ്. ഹല്ലേലൂയ. അടുത്ത സാക്ഷ്യം നമ്മൾ ഹല്ലേലൂയ 17-ാം അധ്യായം 5-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു 3.5 വർഷത്തെ പരസ്യ ജീവിതത്തിലെ സാക്ഷ്യം. 3.5 വർഷം പരസ്യ ജീവിതത്തിലെ സകല ജനത്തിന്റെയും ഇടയിൽ ഹല്ലേലൂയ പരസ്യ ജീവിതം നയിച്ച യേശുവിനെ കുറിച്ച് സ്വർഗ്ഗപിതാ സാക്ഷ്യം
പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ആമേൻ സാക്ഷ്യമുള്ളവരായി മാറാൻ ഹല്ലേലൂയ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ച് കർത്താവിനോട് ചേർന്ന് നടക്കുവാനിടയായിട്ട് ചേർന്ന് നടക്കുമ്പോഴാണ് ആമേൻ ഹല്ലേലൂയ നമ്മൾ ദൈവമായിട്ടുള്ള അഭേദ്യമായ ബന്ധത്തിലേക്ക് ചേർന്ന് നടക്കുമ്പോഴാണ് ഇടപെടാൻ കഴിയുന്നത്. അങ്ങനെ ചേർന്ന് നടക്കുന്നവനെ കുറിച്ചാണ് ആമേൻ തെസ്സലോനിക്കർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എഴുതുന്നത്. ഹല്ലേലൂയ, മരിച്ചവരും ആമേൻ ഹല്ലേലൂയ ആമേൻ ജീവനോട് ഇരിക്കുന്നവരും ആമേൻ ഹല്ലേലൂയ കർത്താവിന്റെ വിളിയെങ്കിൽ ആമേൻ ഉയർത്തപ്പെടുമെന്ന് ആമേൻ പറയുമ്പോൾ ആമേൻ ഹല്ലേലൂയ മരിച്ചവർ എഴുന്നേൽക്കും, ശരിയാണ്. പക്ഷേ ജീവനോട് ഇരിക്കുന്നവരും എഴുന്നേൽക്കണമെങ്കിൽ ആമേൻ അവരെങ്ങനെയുള്ളവരായിരിക്കണം? അവൻ ഭൂമിയിൽ സാക്ഷ്യമുള്ളവനായിരിക്കണം. അവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. അവൻ യേശുവിന്റെ കൂടെ നടക്കുന്നവനായിരിക്കണം. ഹല്ലേലൂയ. കണ്ടോ? ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കൂടെ നടന്നാൽ മാത്രമേ കൂടെ വസിക്കാൻ കൂടെ നടക്കുന്നവർക്ക് കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം മനസ്സിലാക്കണം, കൂടെ നടന്നാൽ മാത്രമേ കൂടെ വസിക്കാൻ പറ്റത്തുള്ളൂ. ആമേൻ. കർത്താവ് നമ്മുടെ ഹൃദയത്തിന്റെ അകത്തളങ്ങളിൽ വസിച്ചാൽ മാത്രമേ നമുക്ക് അവനോട് കൂടെ വസിക്കാൻ കഴിയത്തുള്ളൂ. ആമേൻ. അവൻ പറയുന്നു ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ നിങ്ങളെ ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ അന്ത്യകാലത്തേക്ക് ആമേൻ ഉയർപ്പിൽ ആമേൻ ഹല്ലേലൂയ നിങ്ങളെ ഉയർപ്പിക്കുവാനായി ആമേൻ ഞാൻ നിങ്ങളിലേക്ക് കൈമാറിയിരിക്കുന്ന പരിശുദ്ധാത്മാവെന്ന ശക്തി അവൻ നിങ്ങളുടെ മൺകൂടാരമാകുന്ന ഈ കൂടാരത്തിന്റെ അകത്തളങ്ങളിൽ വസിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? അവൻ കാതളധ്വനിയെങ്കിൽ എടുക്കപ്പെടാൻ കഴിയത്തുള്ളൂ. ഇന്ന് രാത്രികാലം അവൻ സകലതും വിട്ടിറങ്ങിയത് എന്തിനെന്ന് ചോദിച്ചാൽ അവൻ നല്ലൊരു ഉയർപ്പിന് വേണ്ടിയാണ്. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഇന്ന് രാത്രികാലം അവൻ പഴയ നിയമ കാലഘട്ടങ്ങളിലെ അവൻ ഭക്തന്മാർ അങ്ങനെയായിരുന്നു. എങ്ങനെ? അവൻ നല്ലൊരു ഉയർപ്പിന് വേണ്ടി അവർ സകലം ത്യജിച്ചു കളഞ്ഞിട്ട് സകലം മാറ്റിക്കളഞ്ഞിട്ട് അവൻ കർത്താവിന് വേണ്ടി നിൽക്കുകയ. കഷ്ടതകളും പ്രയാസങ്ങളും നിന്ദകളും പരിഹാസങ്ങളും ദൂഷികളും വേദനകളും ഒക്കെ ഏറ്റുകൊണ്ട് അവർ എന്തിനു നിൽക്കുന്നു എന്നറിയാമോ? നല്ലൊരു ഉയർപ്പിന് വേണ്ടി. ഹല്ലേലൂയ. കണ്ടോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം ചെയ്യുകയാണ്. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ഹല്ലേലൂയ. കണ്ടോ? ആമേൻ ഹല്ലേലൂയ. 11 എബ്രായർക്ക് 11 അധ്യായം അതിന്റെ 35 വാക്യത്തിൽ ഹല്ലേലൂയ ഒന്ന് വായിച്ചു. ആമേൻ. പഴയ നിയമ ഭക്തന്മാർ എങ്ങനെയായിരുന്നു ജീവിച്ചതെന്ന് ആമേൻ ഒന്ന് വായിച്ചു. അതൊന്ന് മനസ്സിലാക്കിയിരിക്കട്ടെ. 11ന്റെ 35 വാക്യം വായിച്ചു. സ്ത്രീകൾക്ക് തങ്ങളുടെ മരിച്ചവരെ ഉയർത്തെഴുന്നേൽപ്പിനാൽ തിരികെ കിട്ടി. മറ്റു ചിലർ ഏറ്റവും നല്ലൊരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കേണ്ടതിന് ഉദാഹരണം കൈക്കൊള്ളാതെ ഭേദ്യമേറ്റു. ഹല്ലേലൂയ. കണ്ടോ? അവിടെ പറയുന്നു ചിലർ ആമേൻ നല്ലൊരു ഉയർപ്പ് ആമേൻ സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ആമേൻ പിതാവായ ദൈവത്തിന്റെ അടുക്കൽ ആമേൻ പുത്രനായ ക്രിസ്തുവിനോട് ചേർന്ന് ആമേൻ ഹല്ലേലൂയ ആയിരിപ്പാൻ ഹല്ലേലൂയ ഈ ഭൂമിയിലുള്ളതെല്ലാം വിട്ടിട്ട് ഈ ഭൂമിയിലുള്ള ആഗ്രഹമെല്ലാം ആമേൻ ഹല്ലേലൂയ ത്യജിച്ചിട്ട് ആമേൻ നല്ലൊരു ഉയർപ്പിന് വേണ്ടി ഹല്ലേലൂയ. കണ്ടോ? വായിച്ചോ ദൈവദാസനെ. വേറെ ചിലർ പരിഹാസം, കണ്ടോ? ചമ്മട്ടി, ചങ്ങല, തടവ് ഇവയാലുള്ള പരീക്ഷ അനുഭവിച്ചു. കണ്ടോ? ഹല്ലേലൂയ. എന്തിനാ? ഹല്ലേലൂയ. ഒരു ഉയർപ്പിന് വേണ്ടി അവരെ അനുഭവിച്ച കഷ്ടത കണ്ടോ? ഹല്ലേലൂയ. നമ്മളിവിടെ ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോട് സ്തോത്രം. നമ്മളിവിടെ എന്തുവാ ചിന്തിക്കുന്നത്? എന്തുവാ? ആമേൻ. ബന്ധനങ്ങൾ വരട്ടുന്നേ, പ്രതികൂലങ്ങൾ വരട്ടുന്നേ, വേദനകൾ വരട്ടുന്നേ. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം പാട്ടുകാരൻ ഇങ്ങനെ ഒരു പാട്ടുപാടി.
ഞാൻ അവന്റെ ഉള്ളം കയ്യിൽ ഇരിക്കുക. കണ്ടോ? ഒന്ന് പാടാമോ? ഞാൻ അവനുള്ള കയ്യിലിരിക്കയാ. ഓ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഞാൻ അവനുള്ള കയ്യിലിരിക്കയാൻ. ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ ഇന്നെനിക്കു വന്നു നേരിടുന്നതല്ല, ഇന്നെനിക്കു വന്നു നേരിടുന്നതെല്ലാം തൻഗീതമെന്ന് ഞാനറിയുന്നു. തൻഗീതമാണെന്ന് ഞാനറിയുന്നു. Praise the Lord. കണ്ടോ? കേട്ടോ? ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇന്നെനിക്ക് വന്ന് നേരിടുന്ന വിഷയങ്ങൾ, ഭാരങ്ങൾ, വേദനകൾ, ആമേൻ, ഇതെല്ലാം തമ്പുരാൻ അറിഞ്ഞിട്ടാണെന്ന് ഞാൻ അറിയുന്നു. കണ്ടോ? എന്തിനാ? ഹല്ലേലൂയ. എനിക്ക് നല്ലൊരു ഉയർപ്പ് ആവശ്യമാണ്. ഈ കഷ്ടതകളും ഈ പ്രയാസങ്ങളും ഞാൻ അനുഭവിക്കുന്നത്, ആമേൻ, എനിക്ക് ആമേൻ അതിനകത്ത് ഭാരമില്ല, ഖേദമില്ല. എനിക്ക് നല്ലൊരു ഉയർപ്പ് വേണം. ജീസസ്. ഹല്ലേലൂയ. ഇന്ന് രാത്രികാലം ആമേൻ, ഹല്ലേലൂയ, ആമേൻ, നമ്മൾ ആമേൻ ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും വന്ന് എന്തെങ്കിലും ഒരു ഭാരം വന്നു കഴിയുമ്പോൾ നമ്മൾ കടന്ന് ആമേൻ ഏത് പ്രവാചകനെ വിളിക്കണം, ആരെ വിളിക്കണം എന്ന് അടിക്കാൻ, ആരെ വിളിക്കണം അതിനെ ശാസിക്കാൻ, യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഇവിടെ ആമേൻ പഴയ നിയമ കാലഘട്ടത്തിലെ ഭക്തന്മാർ പറയുകയാണ്, ഹല്ലേലൂയ, അവർ അനുഭവിച്ച അനുഭവങ്ങളൊക്കെ ആമേൻ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ആമേൻ, ഹല്ലേലൂയ. കോലാടുകളുടെയൊക്കെ ആമേൻ ഹല്ലേലൂയ തോല് കൊണ്ട് ആമേൻ ഹല്ലേലൂയ അവരെ പൊതിഞ്ഞ്, അങ്ങനെയല്ലയോ? ആമേൻ ഹല്ലേലൂയ. മൃഗത്തിന്റെ തോല് കൊണ്ട് അവരെ വരിഞ്ഞ് പൊതിഞ്ഞ്, ഹല്ലേലൂയ, ആമേൻ ഹല്ലേലൂയ, അവരെ അവരുടെ ജീവിതത്തിൽ വന്ന കഷ്ടതകളാ, ഈർച്ചവാളുകൾ ഹല്ലേലൂയ അവരുടെ നേരെ വന്നു. ഹല്ലേലൂയ. രണ്ട് ആമേൻ മരങ്ങൾ വലിച്ചിങ്ങനെ ആമേൻ ഹല്ലേലൂയ അടുപ്പിച്ചിട്ട് ആമേൻ അതിൽ ആമേൻ ഹല്ലേലൂയ അവരുടെ കൈകാലുകളെ പിടിച്ച് കുറ്റിയടിച്ച് ഇങ്ങനെ വലിച്ചു കെട്ടി ആമേൻ രണ്ട് ദിശയിൽ നിൽക്കുന്ന മരങ്ങളെ കൂട്ടി കൊണ്ടുവന്നിട്ട് അതിന്റെ നടുക്ക് ആമേൻ മനുഷ്യനെ, ആമേൻ വിശ്വാസിയെ, യേശുവിന് വേണ്ടി നിൽക്കുന്നവനെ, കർത്താവിന് വേണ്ടി നിൽക്കുന്നവനെ ആമേൻ കൊണ്ടുവന്ന് സെന്ററിൽ നിർത്തിയിട്ട് അവന്റെ കൈകാലുകൾ പിടിച്ച് ഈ രണ്ട് മരത്തിന്റെയും ആമേൻ ഹല്ലേലൂയ കാലിലെ ആ തടിയിലേക്ക് കെട്ടിയിട്ട് ആമേൻ അപ്പുറവും ഇപ്പുറവും കുറ്റിയടിച്ച് കെട്ടിയിരിക്കുന്ന ആമേൻ ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ കയറുണ്ട്. ഇവര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾക്ക് യേശുവിനെ വേണോ? ഹല്ലേലൂയ. യേശുവിനെ വേണമെങ്കിൽ ആമേൻ നിങ്ങൾ മരിക്കും. യേശുവിനെ വേണ്ടാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? രക്ഷപ്പെടാം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. അന്നത്തെ കാലഘട്ടത്തിലെ ഭക്തന്മാർ പറഞ്ഞത്, ആമേൻ ഹല്ലേലൂയ, ഞങ്ങൾക്ക് വേണ്ടത് യേശുവിനെയാണ്, ഞങ്ങൾക്ക് നല്ലൊരു ഉയർപ്പാണ് വേണ്ടത്. ആമേൻ ഈ കാര്യം വിളിച്ചു പറയുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാമോ? ആമേൻ ഹല്ലേലൂയ ദുഷ്ടന്മാരായിരിക്കുന്നവർ ആമേൻ അപ്പുറവും ഇപ്പുറവും നിന്ന് കുറ്റിയടിച്ച് വലിച്ചു കെട്ടിയിരിക്കുന്ന മരത്തിന്റെ ആമേൻ രണ്ട് സൈഡിൽ കെട്ടിയിരിക്കുന്ന കയറുകളെ വെട്ടിവിടും. ഹല്ലേലൂയ. വെട്ടിവിടുമ്പോൾ ഇങ്ങനെ അടുത്ത് നിൽക്കുന്ന മരം എന്ത് ചെയ്യും? ഹല്ലേലൂയ രണ്ട് ദിശയിലേക്ക് മാറുമ്പോൾ ആമേൻ ഭക്തന്മാരുടെ രണ്ട് ഭാഗങ്ങളും രണ്ട് മരങ്ങളിൽ തൂങ്ങിക്കിടക്കും. കണ്ടോ? എന്തിനാ ഇങ്ങനെ കഷ്ടത സഹിച്ചത്? യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ഒരു നിത്യതയ്ക്ക് വേണ്ടി, ഒരു നല്ല ഉയർപ്പിന് വേണ്ടി. ഇന്ന് രാത്രികാലം ആമേൻ ഹല്ലേലൂയ ചുമ്മാ നമ്മൾ ഹല്ലേലൂയ കുറെ പ്രസംഗം കേട്ടിട്ട് കാര്യമില്ല. ഹല്ലേലൂയ ചുമ്മാതെ കുറെ ബന്ധനങ്ങൾ അഴിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഹല്ലേലൂയ ഹല്ലേലൂയ നമുക്ക് ഇതെല്ലാം ഈ ഭൂമിയിലുണ്ട്. ആമേൻ പ്രതികൂലങ്ങളും പ്രതിസന്ധികളും വേദനകളും ബന്ധനങ്ങളും ഒക്കെ നമുക്കുണ്ട്. ആമേൻ എങ്കിലും ആമേൻ ഹല്ലേലൂയ അതിനെയൊക്കെയും ജയിക്കാനുള്ള ഒരു കൃപ സ്വർഗ്ഗം നമുക്ക് തന്നിട്ടുണ്ട്. ഹല്ലേലൂയ ആ കൃപയിൽ നമ്മൾ ചെയ്യണം ആശ്രയിക്കണം. ഹല്ലേലൂയ. ആമേൻ ഹല്ലേലൂയ. ആമേൻ ആമേൻ ആമേൻ. പൗലോസിനോട് പറയുന്നു, നിന്നെ യെരൂശലേമിൽ വെച്ച് ആമേൻ ഹല്ലേലൂയ വാളാൽ ആമേൻ ഹല്ലേലൂയ തകർത്ത് കളയാൻ പരിശുദ്ധാത്മാവ് പറയുന്നു എന്ന് പ്രവചിച്ചു പറയുമ്പോൾ കണ്ടോ? അവൻ ഉള്ള കാര്യമാ പറയുന്നത്. അല്ലേ? ഉള്ള കാര്യമാ പറയുന്നത്. പരിശുദ്ധാത്മാവ് ആമേൻ ഹല്ലേലൂയ തന്നോട് ആമേൻ ഹല്ലേലൂയ ദൈവ
ദൈവത്തിന്റെ അഭിഷക്തന്മാരിൽ കൂടി ദൂത് വിളിച്ചു പറയുക. അവൻ നിങ്ങളെ ഇങ്ങനെ നിങ്ങളുടെ റൂമാല് കൊണ്ട് ഇങ്ങനെ കെട്ടി, ആമേൻ, ഈ റൂമാലിന്റെ ഉടമസ്ഥനെ ഇങ്ങനെ കെട്ടി, ആമേൻ, ഇങ്ങനെ കൊണ്ടുപോയി നിങ്ങളെ വാളാൽ വെട്ടിക്കൊല്ലുമെന്ന് അവൻ ദൂത് വിളിച്ചു പറയുമ്പോൾ അവൻ പൗലോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊന്നും എനിക്കറിയത്തില്ല. ആമേൻ, പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരിൽ കൂടി അത് പറയുകയോ പറയാതിരിക്കുകയോ അതെനിക്കൊരു വിഷയമല്ല. ഹല്ലേലൂയ. എനിക്ക് ആമേൻ, എന്റെ ഉദ്ദേശം, ആമേൻ, എനിക്കൊരു വലിയ നല്ലൊരു ഉയർപ്പ് ആവശ്യമാണ്, എനിക്കൊരു നിത്യത ആവശ്യമാണ്. ആമേൻ, ഹല്ലേലൂയ. വാള് വരട്ടെ, ഈർച്ച വാള് വരട്ടെ, എന്ത് പ്രശ്നങ്ങൾ വരട്ടെ, ആമേൻ, ഏത് ദൂതോ വിളിച്ചു വരട്ടെ, എനിക്കതൊരു വിഷയമല്ല. ആമേൻ, ഞാൻ എന്നെ തന്നെ ഇപ്പോഴേ എന്ത് ചെയ്യാം, പാനീയാഗമായി അർപ്പിച്ചിരിക്കുകയാണ്. എനിക്കതൊന്നും ഒരു വിഷയമല്ല. കണ്ടോ, ഇതാണ് ആത്മീയ ജീവിതത്തിന്റെ തീഷ്ണത. ഹല്ലേലൂയ. അല്ലാതെ ആമേൻ 2 നില കെട്ടിടവും 3 കാറും, ഹല്ലേലൂയ, നന്ദിയോട് സ്തോത്രം, ആമേൻ, 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 തലമുറ യുകെയിലും അവിടെ ഇവിടെയും വിട്ട് ആമേൻ കുറച്ച് സമ്പാദിച്ചു കൂട്ടുന്നതിനെ കുറിച്ചല്ല വേദപുസ്തകം പറയുന്നത്. വേദപുസ്തകം പറയുന്നത് നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകാനാ പറയുന്നത്. വേദപുസ്തകം പറയുന്നതിന് നല്ലൊരു നിത്യത ഞാൻ നിനക്ക് തരാമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. ആ നിത്യതയെ വിട്ടുകളഞ്ഞിട്ട് നമ്മൾ ഈ ഭൂമിയിലുള്ളത് വലിച്ചു കൂട്ടാൻ നിൽക്കരുത്. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിക്കുക. ആമേൻ, എനിക്കൊരു നിത്യതയാണ് ആവശ്യം. ഹല്ലേലൂയ. എനിക്കും എന്റെ തലമുറകൾക്കും ഒരു നിത്യതയാണ് ആവശ്യം. എന്റെ പ്രിയപ്പെട്ടവരുടെ നിത്യതയാണ് ആവശ്യം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിക്കേണ്ടത് അങ്ങനെയാണ്. ആമേൻ. ഞാൻ യേശുവിനോട് കൂടെ നടക്കുന്നത് പോലെ, ഞാൻ യേശുവിനെ പ്രസാദിപ്പിക്കുന്നത് പോലെ എന്റെ തലമുറകളെ പ്രസാദിപ്പിക്കണം. എന്റെ തലമുറകൾ യേശുവിനോട് കൂടെ നടക്കണം. ആമേൻ, ഹല്ലേലൂയ. എന്റെ പ്രിയപ്പെട്ടവർ യേശുവിനോട് കൂടെ നടക്കണം. എന്റെ പ്രിയപ്പെട്ടവർ യേശുവിനെ പ്രസാദിപ്പിക്കണം. കാരണം ഞാൻ എടുക്കപ്പെട്ട് അവിടെ ചെല്ലുമ്പോൾ ആമേൻ, ഞാൻ രക്ഷപ്പെട്ടു പോകരുത്. എന്നോട് ചേർന്ന് ആമേൻ, എന്റെ കൂടപ്പിറപ്പുകളും എന്റെ സഹോദരങ്ങളും എന്റെ പ്രിയപ്പെട്ടവരും എന്നോടൊപ്പം അവളെ കാണണമെന്നുള്ള ഒരു ബോധ്യത്തോടെ, ആ ഒരു സന്തോഷത്തോടെ വേണം ഇന്ന് രാത്രിക്കാലം പ്രാർത്ഥിച്ചു തുടങ്ങാൻ. കണ്ടോ, രാത്രിക്കാലം മനസ്സിലായോ? ഹല്ലേലൂയ. വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നത്, തമ്പുരാൻ നമ്മളോട് സംസാരിക്കുന്നത്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലും ഹല്ലേലൂയ മാതൃകയുള്ളവനായി സ്വർഗത്തിൽ നിന്ന് സാക്ഷ്യം പ്രാപിച്ചവനായ യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് നീരു പരിശുദ്ധാത്മാവ് ഉയർപ്പിക്കുവാൻ, ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഈ മൺകൂടാരത്തിനകത്തവനെ തന്നിരിക്കുകയാണ്. ഹല്ലേലൂയ. തിരിച്ചറിയുന്നു. ഹല്ലേലൂയ. ഈ മൺകുടമായിരിക്കുന്ന ഉടഞ്ഞു പോകുന്ന ഈ ആമേൻ മൺശരീരമാകുന്ന നമ്മുടെ ഉള്ളിൽ ആമേൻ, ഹല്ലേലൂയ, ഉയർപ്പിന് വേണ്ടി ആമേൻ തന്നിരിക്കുന്ന ഒരു അത്യന്ത ശക്തിയെ ആമേൻ നമ്മുടെ അകത്തളങ്ങളിൽ തന്നിരിക്കുകയാ. ഇന്ന് രാത്രിക്കാലം തിരിച്ചറിയണം. ആമേൻ, എന്റെ ഉള്ളിൽ വസിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഹല്ലേലൂയ, എന്റെ ആമേൻ ഞൊടി നേരം കൊണ്ട് ഉയർപ്പിക്കുന്ന ഒരു ശക്തിയാണ് എന്റെ അകത്തളങ്ങളിൽ വ്യാപരിക്കുന്നതെന്നുള്ള ഉത്തമ ബോധ്യം നമുക്ക് വേണം. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മനസ്സിലാകുന്നു? ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ പത്രങ്ങളിലേക്ക് വായിച്ചതാണല്ലോ. ആമേൻ. നമ്മുടെ ISROയിൽ നിന്ന് ആമേൻ, ഹല്ലേലൂയ, റോക്കറ്റ്, ഒരു ഗ്രഹം ആമേൻ, ഹല്ലേലൂയ, ചന്ദ്രനിലേക്ക് പോയെന്ന് നമ്മൾ കേട്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ വായിച്ചല്ലോ, സന്തോഷിച്ചല്ലോ. ഹല്ലേലൂയ. നന്ദിയോട് സ്തോത്രം. ആമേൻ. ഏകദേശം എത്ര മാസം എടുത്തു? 1.5 മാസം എടുത്തു. 1 മാസത്തിൽ കൂടുതൽ എടുക്കുന്നു. 1 മാസത്തിൽ കൂടുതൽ എത്ര മാസം എടുത്തു? ഷീജ, നമ്മുടെ ആ ഡൽഹിയിൽ നിന്ന് ആ റോക്കറ്റ് പോയത്, ചന്ദ്രനിൽ പോയത് 1.5 മാസം. 1.5 മാസത്തോളം എടുത്തു. ആമേൻ. ഈ 1.5 മാസത്തോളം അത് ഉദാഹരണം പറയും. 1.5 മാസത്തോളം ചന്ദ്രനിൽ പോകാനായിട്ട് അവരതിന്റെ പ്ലാനുകളും അതിന്റെ ക്രമീകരണങ്ങളും ഒക്കെ ചെയ്തു. ആമേൻ. അതിനകത്ത് അങ്ങ് പറയുന്നത് ഏകദേശം 146 കോടിയുടെ ഇന്ധനമാണ് അതിന് നിറച്ചത്. 146 കോടി പൈസയുടെ ഇന്ധനമാണ് അതിനകത്ത് നിറച്ച് അവിടെ ചെല്ലാൻ വേണ്ടി. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. ഇത് പോകാൻ സമയമായി. ഇത് സമയമായി കഴിയുമ്പോൾ ആ സമയത്ത് ചെന്ന ഒരുത്തനെ അതിനകത്ത് കയറ്റി വെച്ചാ കേട്ടു. ഹല്ലേലൂയ.
ഈ റോക്കറ്റിൽ അവൻ അവിടെ ചന്ദ്രനിൽ ചെന്നിറങ്ങണമെങ്കിൽ നാളുകളായി അവന് പരിശീലനമുണ്ട്, ആകാരം നേടുന്നുണ്ട്. ആമേൻ. കാണുന്നതെല്ലാം വാരി തിന്ന് ആമേൻ ഹല്ലേലൂയ. ആമേൻ. 80 കിലോ 120 കിലോ ആക്കിയിട്ട് ഇതിനകത്ത് കയറാൻ പറ്റത്തില്ല. പറ്റുമോ? പറ്റത്തില്ല. അവൻ ഇതിനകത്ത് കയറണമെങ്കിൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റിന് വരെ ആമേൻ ക്രമീകരണങ്ങളുണ്ട്. അങ്ങനെയുള്ള ആധാരങ്ങളെ കഴിക്കാൻ പറ്റത്തുള്ളൂ. അവൻ ഇങ്ങനെയുള്ള ക്രമീകരണങ്ങളൊക്കെ ക്രമീകരിച്ചു വേണം ഇതിനകത്ത് അങ്ങനെ കയറാൻ. അന്നേരം ഓടിയോടെ ഇതിനകത്ത് ചെയ്യാൻ പറ്റില്ല, കേറാൻ പറ്റത്തില്ല. അവൻ ക്രമീകരണങ്ങളെ ക്രമീകരിച്ചുകൊണ്ട്, ജീവിതത്തെ ക്രമീകരിച്ചുകൊണ്ട് ഇതിനകത്തളങ്ങളിൽ കയറിയവരാണ് ഏകദേശം 1.5 മാസം കൊണ്ട് ചന്ദ്രനിൽ ചെന്നത്. 1.5 മാസം കൊണ്ടാ ചെന്നത്. മനസ്സിലാകുന്നു? 1.5 മാസം കൊണ്ട്. 1.5 മാസം കൊണ്ട് അവർ ചന്ദ്രനിലേക്ക് ചെന്നോളും. ഞാൻ ഒരു കാര്യം വിളിച്ചു പറയാം, യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഞൊടി നേരം കൊണ്ട് നിന്നെ ഉയർപ്പിച്ച് സ്വർഗാദി സ്വർഗങ്ങളിൽ എത്തിക്കുന്ന പരിശുദ്ധാത്മാവെന്ന് പറയുന്ന ശക്തി നിന്റെ അകത്തളത്തിൽ തന്നിരിക്കുന്നു. മനസ്സിലാകുന്നു? ആമേൻ. ഇവിടെ മനുഷ്യൻ ആമേൻ 1.5 മാസം കൊണ്ട് ചന്ദ്രനിൽ അവൻ കോടിക്കണക്കിന് രൂപയുടെ അവൻ ഇന്ധനങ്ങളും ചെലവാക്കി അവിടെ വരെ ചെന്നപ്പോൾ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, നിന്റെ ഈ മൺകൂടാരത്തിനകത്തളവിൽ തന്നിരിക്കുന്ന അത്യന്ത ശക്തി എന്ന് പറയുന്നത് ഞൊടി നേരത്ത് അവൻ ഈ ഭൂമി വിട്ട് അവൻ സ്വർഗത്തിൽ ചെല്ലും. ഹല്ലേലൂയ. അവൻ ഈ ശക്തിയാണ് നീ പ്രാപിച്ചിരിക്കുന്നത്. മറന്നു പോകരുത്. അവൻ ഇത് നഷ്ടപ്പെടുത്തി കളയരുത്. പ്രാപിക്കാനുള്ളവരിൽ പ്രാപിച്ചോണം എന്ന് രാത്രികാലം. ആമേൻ. കൈവിട്ടു പോകരുത്. നമ്മളെ വിളിച്ചത് ഈ ഭൂമിയിൽ അതൊക്കെ ഒരു സൈഡില. ദൈവം പറയുന്നു, ആമേൻ, എന്നെ അന്വേഷിക്കുന്നവർക്ക് ഇതൊക്കെ എന്ത് ചെയ്യും? ഇതൊക്കെ നമുക്ക് കിട്ടും. ആമേൻ. ഇതിന്റെ പുറമെ നമ്മൾ എന്ത് ചെയ്യരുത്? പോകരുത്. നമുക്കുള്ള ഉദ്ദേശവും ആഗ്രഹവും നമുക്കൊരു ഉയർപ്പാണ് ആവശ്യം. ആ ഉയർപ്പിന് വേണ്ടി നമ്മളെ തന്നെ ഒരുക്കാം. നല്ല വചനം സ്വർഗത്തിൽ ദൈവം നമുക്ക് ദാനമായി തന്നതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ജീവിച്ചാണ് മുൻപോട്ട് കടന്നു പോകുന്നത്. ആമേൻ.